എടാ പണം ബന്ധങ്ങളെ മുറിക്കുന്നു പറഞ്ഞ 100% ശരിയാണ് കേട്ടോ. കാരണം അതിനുള്ളൊരു ഉദാഹരണം ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എടാ എനിക്കാണെങ്കിൽ ഇന്നൊരു കല്യാണം ഉണ്ടോടാ, എനിക്കാണെങ്കിൽ നല്ലൊരു ഡ്രസ്സ് പോലും ഇല്ല. അപ്പൊ ഡ്രസ്സ് വാങ്ങാനായിട്ട് ഒരു 500 രൂപ നിന്റെ കയ്യിൽ എടുക്കാനുണ്ടാവൂടോ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓ, കല്യാണത്തിന് നല്ല ഡ്രസ്സ് പോലും ഇടാനില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസാക്ഷി കാണിച്ചിട്ട് ഒരു 500 രൂപ കൊടുത്തത് വിചാരിക്കും. എന്നിട്ട് കടമായിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഒരു കടമായിട്ട് തന്നാൽ മതി 500 രൂപ, ഞാൻ പിന്നെ തരാം, അല്ലെങ്കിൽ നാളെ തന്നെ തരാം ഉറപ്പായിട്ടെന്ന് പറയും. അതാണ് ആദ്യത്തെ അധ്യായം. കേട്ടോളി, നാളെ തരാന്ന് വേണമെങ്കിൽ പറയും. അപ്പൊ നമ്മുടെ മനസ്സിൽ വിചാരിക്കും, ഓ ഇവര് നാളെ തരാന്നല്ലേ പറയണത്, പാവം അവർക്കില്ല, അവന്റെ കയ്യിൽ 500 റുപ്യ ഇല്ലാത്തത് കൊണ്ടല്ലേ അവർ നമ്മളോട് ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ മനസാക്ഷി കാണിച്ചിട്ട് നമ്മൾ കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടെ മനസാക്ഷി കാണിച്ചിട്ട് നമ്മൾ നാളെ അവന്റെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കില്ല, പൈസ ഒന്ന് അയച്ചു തരുമോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കില്ല. 2 ദിവസം വിടും, ശരി അവര് തരുമല്ലോ തരുമല്ലോ എന്ന് പറഞ്ഞിട്ട്. 2 ദിവസവും തരാണ്ടാകുമ്പോ എന്താവും? മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് വിളിക്കും. ഹലോ, ആ എന്തായി? ആ ഡ്രസ്സൊക്കെ എടുത്തു തരാം. ഓ ശരി. ഓ പിന്നെ 500 ഉണ്ടാവും ഇവിടെ കയ്യില്, ഞാൻ തന്ന 500 ഉണ്ടാവൂ തരാന്? എങ്ങനെ? നമ്മുടെ പൈസ നമ്മൾ തന്നെ കടം ചോദിക്കുന്ന പോലെ അവരോട് ചോദിക്കേണ്ടി വരും. അപ്പൊ അവര് പറയും, ഇല്ലടാ ഇപ്പൊ പൈസക്ക് ബുദ്ധിമുട്ടാടാ, എന്തായാലും ഞാൻ ഇന്ന് വൈകുന്നേരം തരാം എന്തായാലും കേട്ടാ. അപ്പൊ നമ്മളെ വൈകുന്നേരം വീണ്ടും വിളിക്കും. ഹലോ അളിയാ പൈസ ഉണ്ടടാ, അല്ലെങ്കിൽ ഹലോ ബ്രോ പൈസ ഉണ്ടോ ബ്രോ എന്ന് ചോദിക്കുമ്പോ, ഇല്ല ബ്രോ കുറച്ച്, ഞാൻ ഒരാളെ എനിക്ക് പൈസ തരാന്ന് പറഞ്ഞു, പക്ഷെ അവൻ തന്നിട്ടില്ല. അവൻ തന്നിട്ട് തരാട്ടോ, ഉറപ്പായിട്ട് തരാം, പൈസ തരാണ്ടിരിക്കില്ല. എങ്ങനെ? പൈസ തരാണ്ടിരിക്കില്ല, എന്തായാലും നിനക്കുള്ള പൈസ ഞാൻ തന്നിരിക്കും.